നമസ്കാരം. റാഫ് ടോക്ക് പോഡ്കാസ്റ്റിൻ്റെ റോഡ് ടു വേൾഡ് കപ്പ് വീഡിയോ സീരീസിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. പ്രിയ സുഹൃത്തുക്കളെ, വേൾഡ് കപ്പ് ഇങ്ങ് എത്തിക്കഴിഞ്ഞു കേട്ടോ. 2 ആഴ്ചക്കപ്പുറം വേൾഡ് കപ്പായി. ഉദ്ഘാടന മത്സരത്തിൽ മെക്സിക്കോയും സൗത്ത് ആഫ്രിക്കയും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ഈ വേൾഡ് കപ്പിൻ്റെ ആ ഒരു മഹാമഹത്തിന് തുടക്കമാവുകയാണ്. എന്താ നിങ്ങളൊന്ന് ഉണരൂ. പല സ്ഥലങ്ങളിലും ഇപ്പോൾ ചെറിയ രൂപത്തിൽ ആവേശമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് സന്തോഷകരം. ഫ്ലെക്സുകളും മറ്റുമൊക്കെ പൊന്തുന്ന വീഡിയോസും മറ്റുമൊക്കെ കണ്ടു. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് അങ്ങനെ നിങ്ങളുടെ നാട്ടിലെ ഫ്ലെക്സും മറ്റുമൊക്കെ ജനശ്രദ്ധയിലേക്ക് എത്തിക്കാൻ ഒരു വഴി എന്ന രൂപത്തിൽ നമ്മുടെ റാഫ് ടോക്ക് പോഡ്കാസ്റ്റ് ഈ ചാനലിൻ്റെ കമ്മ്യൂണിറ്റി ടാബ് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ആർക്ക് വേണമെങ്കിലും പോസ്റ്റ് ഇടാൻ അത് ഓപ്പണാക്കി വെച്ചിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും കൂടി വേൾഡ് കപ്പ് ആവേശം അങ്ങ് പങ്കുവെക്കണം. ഏതായാലും നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ ഗ്രൂപ്പ് സ്റ്റേജിൽ ആരൊക്കെ മുന്നോട്ട് കിടക്കും, ഓരോ ഗ്രൂപ്പും നമ്മളൊന്ന് അനലൈസ് ചെയ്യുകയാണ്. നിങ്ങൾക്കറിയാവുന്ന പോലെ ഇത്തവണ 48 ടീമുകളുണ്ട്, 12 ഗ്രൂപ്പുകളാണ്. ഓരോ ഗ്രൂപ്പിൽ നിന്ന് 2 ടീമുകൾ വീതം കയറിപ്പോയ 24 ടീമുകളെ ആവുകയുള്ളൂ. റൗണ്ട് ഓഫ് 32 എന്നൊരു റൗണ്ട് കൂടി തവണയുണ്ട്. അപ്പോൾ ബാക്കി 8 ടീമുകൾ, ഏറ്റവും മികച്ച 8 മൂന്നാം സ്ഥാനക്കാർ കൂടി മുന്നോട്ട് കടക്കും. അപ്പം അതുകൊണ്ട് മിക്ക ഗ്രൂപ്പുകളിൽ നിന്നും 3 ടീമുകൾ അടുത്ത റൗണ്ട് കാണുമെന്ന കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ ഗ്രൂപ്പ് സ്റ്റേജിലെ പോരാട്ടം അത്രയങ്ങ് കനക്കുമോ എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമുണ്ട്. നേരത്തെ 16 ഗ്രൂപ്പുകൾ, 3 ടീമുകളിലെ 16 ഗ്രൂപ്പുകൾ, ഓരോ ഗ്രൂപ്പിൽ നിന്നും 2 ടീമുകൾ കടക്കുക, അങ്ങനെ ചിന്തിച്ചതാണ് ഫിഫ. പക്ഷേ പിന്നെ അതൊരു കോമ്പറ്റീഷൻ ഉണ്ടാവില്ല എന്ന് കരുതിയാണ് ഈ രൂപത്തിലേക്ക് മാറ്റിയത്. പക്ഷേ ഇതിപ്പോൾ 4 ടീമുകളിൽ 3 കടക്കുന്നതായിരിക്കും മിക്ക ഗ്രൂപ്പുകളിലും സംഭവിക്കാൻ പോകുന്നത്. 8 ഗ്രൂപ്പുകളിലും അങ്ങനെ സംഭവിക്കും. 4 ഗ്രൂപ്പിൽ മാത്രമാണ് 2 ടീമുകൾ കടക്കുന്ന സ്ഥിതി ഉണ്ടാവുക. ഏതായാലും നമുക്ക് ഓരോ ഗ്രൂപ്പ് ഒന്ന് പരിശോധിക്കാം. ഗ്രൂപ്പ് എ എന്ന് പറയുമ്പോൾ ആതിഥേയരായിട്ടുള്ള മെക്സിക്കോ, 3 ആതിഥേയരുണ്ടല്ലോ, അതിലൊരു ആതിഥേയർ മെക്സിക്കോ, സൗത്ത് ആഫ്രിക്ക, സൗത്ത് കൊറിയ, സെച്ചിയ ടീമുകളാണ് ഈ ഒരു ഗ്രൂപ്പിലുള്ളത്. ഇപ്പോൾ ടീമുകളുടെ കാര്യത്തിൽ മെക്സിക്കോ അവരുടെ പ്രിലിമിനറി സ്ക്വാഡാണ് പ്രഖ്യാപിച്ചിട്ടുള്ളൂ. വൈകാതെ ഫൈനൽ സ്ക്വാഡ് പ്രഖ്യാപിക്കും. ഏതായാലും ഗുയർമോ ഒച്ചോവ ഇത്തവണയും കളിക്കാനുണ്ട് എന്നാണ് പ്രിലിമിനറി സ്ക്വാഡ് കാണുമ്പോൾ വ്യക്തമാവുന്നത്. അതുപോലെ തന്നെ ഇന്റർ മയാമിയുടെ ഫോർവേഡ് ജർമ്മൻ ബ്രേറ്റ്രൈമിൽ വലിയ പ്രതീക്ഷ ഇത്തവണ അവർ വെച്ച് പുലർത്തുന്നുണ്ട്. എന്തായാലും നല്ല ഒരു സ്ക്വാഡും കൊണ്ട് അവർ വരും. റയൽ ബെറ്റീസിൻ്റെ ആൽവാരോ ഫിഡാൽഗോ അവരുടെ സ്ക്വാഡിലുണ്ട്, ഉണ്ടാവും, ഫൈനൽ സ്ക്വാഡിലുണ്ടാവും. അപ്പോൾ പ്രിലിമിനറി സ്ക്വാഡിലുണ്ടെന്ന് ഞാൻ പറയുന്നത് പ്രിലിമിനറി സ്ക്വാഡിലുണ്ട് എന്നുള്ളതാണ്. ഏതായാലും മോശമല്ലാത്ത ഒരു സ്ക്വാഡും കൊണ്ട് തന്നെ അവർ വരും. സൗത്ത് ആഫ്രിക്കയാണ് പിന്നെ ഒരു ടീമുള്ളത്. ഫൈനൽ സ്ക്വാഡ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. സൗത്ത് കൊറിയ, ഏഷ്യൻ വമ്പന്മാർ ഇത്തവണ ഈ ഗ്രൂപ്പ് അടക്കി ഭരിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. സൂപ്പർ താരം ഹ്യൂമിൻസൺ LAFCയുടെ താരമാണിപ്പോൾ, അദ്ദേഹം സ്ക്വാഡിലുണ്ട്. അതുകൂടാതെ തന്നെ വമ്പൻ ടീമുകൾക്ക് വേണ്ടി കളിക്കുന്ന ഒരു പിടി താരങ്ങളെയും കൊണ്ടാണ് അവർ വരുന്നത്. ബയൺ മ്യൂണിക്കിൻ്റെ കിം മിൻ ജയ് അവരുടെ സ്ക്വാഡിലുണ്ട് എന്ന കാര്യം ശ്രദ്ധിക്കുക. പിന്നെ ബർമിംഗ്ഹാം സിറ്റിയുടെ പൈക്ക് സ്യൂങ് ഹോ, സെൽറ്റിക്കിൻ്റെ യാങ് ഹ്യൂന്, ഫാനൂർദിൻ്റെ ഹോങ് ഇൻ ബ്യോം, ഇങ്ങനെ വമ്പൻ ടീമുകൾക്ക് വേണ്ടി കളിക്കുന്ന താരങ്ങളുണ്ട്. വോൾവർഹാംപ്റ്റൻ്റെ ഹോങ് ഹി ചാൻ, ഇങ്ങനെ പാരീസ് സെൻ ജെർമൻ്റെ, ഞാൻ വിട്ടുപോയതാണ്, പാരീസ് സെൻ ജെർമൻ്റെ ലീ കാങ് ഇന്ന് സ്ക്വാഡിലുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സൂപ്പർ താരങ്ങളെയും കൊണ്ട് തന്നെയാണ് അവർ വരുന്നത്. പിന്നെ സെച്ചിയ, ഈ ഗ്രൂപ്പിലെ മറ്റൊരു ടീമായ സെച്ചിയ, ചെക്ക് റിപ്പബ്ലിക് എന്ന് നമുക്ക് നേരത്തെ വിളിച്ചിരുന്ന സെച്ചിയ, അവരും നല്ല ടീമും കൊണ്ട് തന്നെയാണ് വരുന്നത്. സോ ഈ ഗ്രൂപ്പിൽ നിന്ന് എൻ്റെ ഒരു പ്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ 1-ാം സ്ഥാനത്ത് സൗത്ത് കൊറിയ എത്താനുള്ള നല്ല സാധ്യത ഇപ്പോഴത്തെ ഫോം വെച്ച് നോക്കുമ്പോൾ കാണുന്നുണ്ട്, സൗത്ത് കൊറിയ. പിന്നെ ഗ്രൂപ്പിൽ നിന്ന് മെക്സിക്കോ 2-ാം സ്ഥാനത്ത്, മെക്സിക്കോ മികച്ച 8 മൂന്നാം സ്ഥാനക്കാരിൽ ഇടം പിടിച്ച് സെച്ചിയയും റൗണ്ട് ഓഫ് 32 കടക്കുമെന്നാണ് നമ്മുടെ ഒരു പ്രഡിക്ഷൻ. മെക്സിക്കോ, സൗത്ത് കൊറിയ, സെച്ചിയ. സൗത്ത് ആഫ്രിക്ക പുറത്താവാനാണ് സാധ്യത. നിങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവും ഗ്രൂപ്പിനെ കുറിച്ച്. അത് നിങ്ങൾ ഡിസ്കഷനിൽ നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിലും ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലൊക്കെ ആയിട്ട് രേഖപ്പെടുത്തുക. ഗ്രൂപ്പ് ബിയിലേക്ക് വരുമ്പോൾ മറ്റൊരു ആതിഥേയരുണ്ട്, അതായത് കാനഡ, ബോസ്നിയ ആൻഡ് ഹെർസഗോവിന, ഖത്തർ, സ്വിറ്റ്സർലൻഡ് ടീമുകളാണുള്ളത്. നിങ്ങൾക്കറിയാവുന്ന പോലെ കാനഡ അൽഫോൻസോ ഡേവിസിനെ പോലെ ഉള്ള താരങ്ങളുള്ള ഒരു മോശമല്ലാത്ത സ്ക്വാഡാണ്.
മാനേജർ ജെസ്സെ മാർഷ് ഏത് രൂപത്തിൽ തന്ത്രങ്ങൾ ഒരുക്കുന്നുള്ളത് കണ്ടറിയണം. ബോസ്നിയ ആൻഡ് ഹെർസാഗോവിന, എഡിൻ സെക്കോ, ഷാൽക്കെ നോട്ട് ഫോറിൻ്റെ എഡിൻ സെക്കോ അവർക്ക് വേണ്ടി മികച്ച പ്രകടനം നടത്തും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകരുള്ളത്. പിന്നെ VfB സ്റ്റുട്ട്ഗാർട്ടിൻ്റെ എറബ്ദീൻ ഡെമിഡോവിച്ച് അവരുടെ മുന്നേറ്റങ്ങൾ നയിക്കാൻ വേണ്ടിയിട്ടുണ്ട്. ജോവോ ലൂക്കിച്ച് അവരുടെ മുന്നേറ്റങ്ങൾ നയിക്കാൻ ഇറങ്ങും. മോശമല്ലാത്ത ഒരു സ്ക്വാഡും കൊണ്ടാണ് ബോസ്നിയ ആൻഡ് ഹെർസാഗോവിന വരുന്നത്. നിങ്ങൾക്കറിയാവുന്ന പോലെ ഇറ്റലിയുടെ ആ ഒരു പ്രതീക്ഷകൾ ഇല്ലാതെയാക്കിക്കൊണ്ട് വന്നൊരു ടീമാണ്. അതോടൊപ്പം തന്നെ ഈ ഗ്രൂപ്പിലെ മറ്റൊരു ടീം ഖത്തറാണ്. ഖത്തറിൻ്റെ സ്ക്വാഡ് വളരെ മികച്ച രൂപത്തിൽ പെർഫോമൻസ് നടത്തും എന്ന പ്രതീക്ഷയിൽ തന്നെ ആരാധകർ കാത്തിരിക്കുന്ന സ്ക്വാഡാണ്. ഏതായാലും എന്ത് തരത്തിലുള്ളൊരു പ്രകടനം അവരിൽ നിന്ന് വരും എന്നുള്ളതും നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്. സ്വിറ്റ്സർലൻഡ് ഓൾറെഡി അവരുടെ സ്ക്വാഡൊക്കെ പ്രഖ്യാപിച്ച് കഴിഞ്ഞിട്ടുള്ളൊരു ടീമാണ്. ഗ്രാനിറ്റ് സാക്ക തന്നെയാണ് അവരുടെ ഈ തവണത്തെയും സുപ്രധാനമായിട്ട് അവർ കാണുന്നു. പിന്നെ റന്നസിൻ്റെ ബ്രീൽ എംബോലോ, അതുപോലെ തന്നെ ലീഡ്സിൻ്റെ നോഹ് ഒക്കാഫർ, നോട്ടിംഗാം ഫോറസ്റ്റിൻ്റെ ഡാൻ എൻഡോയെ, ഇങ്ങനെയുള്ള മികച്ച മുന്നേറ്റ നിര താരങ്ങളുണ്ട്. ബൊറൂസിയ മോൺഷൻഗ്ലഡ്ബാക്കിൻ്റെ നിക്കോ എൽവേഡി, അവരുടെ ഡിഫൻസിൽ ഇൻ്റർ മിലാൻ്റെ മാനുവൽ അഖാൻചി. അപ്പോൾ നമ്മളെടുത്ത് നോക്കുമ്പോൾ മോശമല്ലാത്തൊരു ടീം എന്ന് തന്നെ പറയണം. ഗ്രൂപ്പിൽ അവർ ആധിപത്യം പുലർത്താനുള്ള നല്ല സാധ്യത ഞാൻ കാണുന്നുണ്ട്. സോ നമ്മൾ ഈ ഒരു ഗ്രൂപ്പ് ബിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മുന്നോട്ട് പോകാൻ സാധ്യതയുള്ളവർ എന്തായാലും സ്വിറ്റ്സർലൻഡ് മുന്നോട്ട് കടക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ കാനഡ മുന്നോട്ട് കടക്കും. ഒരു പക്ഷേ 3-ാം സ്ഥാനവും കൊണ്ട് ബോസ്നിയ ആൻഡ് ഹെർസാഗോവിനയും കടന്നേക്കും. ഇതാണ് നമ്മുടെ അവിടെയുള്ളൊരു പ്രഡിക്ഷൻ. നിങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവും, അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഗ്രൂപ്പ് സി നോക്കുമ്പോൾ ബ്രസീലിൻ്റെ ഗ്രൂപ്പാണ്. ഈ ഗ്രൂപ്പ് അത്ര എളുപ്പമാണെന്ന് കരുതണ്ട. കാരണം മൊറോക്കോ ഉണ്ട്, ആരെയും വീഴ്ത്താൻ കെൽപ്പുള്ള സ്കോട്ട്ലൻഡുമുണ്ട്. 1998 ശേഷം ആദ്യമായിട്ടാണ് സ്കോട്ട്ലൻഡ് വേൾഡ് കപ്പിന് വരുന്നത്. പിന്നെ ഹെയ്റ്റി, 72 ശേഷം ആദ്യം വരികയാണ് ഹെയ്റ്റി അത്ര വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷേ ബാക്കി 3 ടീമുകൾ തമ്മിൽ നല്ലൊരു പോരാട്ടം നടക്കും. ഗ്രൂപ്പ് സിയിൽ ഇപ്പോൾ ബ്രസീൽ ഓൾറെഡി അവരുടെ സ്ക്വാഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നെയ്മർ ജൂനിയർ സ്ക്വാഡിലുണ്ട് എന്നുള്ളത് ആരാധകർക്ക് ആശ്വാസം പകരുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ പരിക്കിൻ്റെ വാർത്തകൾ ഇടയ്ക്കിടെ വരുന്നത് ആശങ്കയുണ്ടാക്കുന്നുണ്ട്. പിന്നെയുള്ളത് റാഫിഞ്ഞ, വിനി ജൂനിയർ പോലുള്ള മുന്നേറ്റ നിര താരങ്ങളാണ്. ലോക ഫുട്ബോളിലെ വമ്പൻ ക്ലബ്ബുകൾക്ക് വേണ്ടി കളിക്കുന്നവരാണവർ. മധ്യനിരയിൽ ബ്രൂണോ ഗുയിമാരസും കാസമിറോയും അവരുടെ ജോലി ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം. ഡിഫൻസിലാവട്ടെ മാർക്കിഞ്ഞോസ് ഉണ്ട്, പിന്നെ ഗബ്രിയൽ മെഗല്ലസ് ഉണ്ട്. ഗോൾ കീപ്പിങ്ങിന് ആലിസൺ ബെക്കർ ഉണ്ട്. സോ കാർലോ അഞ്ചലോട്ടി ഒരുവിധം ടീമിനെ ഒപ്പിച്ചെടുത്തിട്ടുണ്ട് എന്നാണ് ഞാൻ പറയുക. മൊറോക്കോ തീർച്ചയായിട്ടും അഷ്റഫ് ഹക്കീമിയെ പോലെയുള്ള ഒരു സുപ്രതാരം, മറ്റ് കഴിഞ്ഞ വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനലിലേക്ക് കുതിച്ചെത്തിയ ടീമിലെ കുറേ താരങ്ങളും അവർക്കിപ്പോഴും ഉണ്ട്. മാനേജർ മുഹമ്മദ് ഒഹാബിയുടെ കീഴിൽ എന്ത് പെർഫോമൻസാണ് അവർ നടത്താൻ പോകുന്നത് എന്നുള്ളതിൽ ഞാൻ ഒരല്പം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാത്തിരിക്കുന്നതാണ്. ഇപ്പോൾ നമുക്കറിയാം ഹെയ്റ്റി അവരുടെ സ്ക്വാഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ അത്ര വമ്പൻ താരനിരയും കൊണ്ടുവരുന്ന ടീമല്ല. എങ്കിലും ഏതുവരെ പോകുന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണണം. സ്കോട്ട്ലൻഡും അവരുടെ സ്ക്വാഡ് ഈ മെയ് 19-നാണ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ യൂറോപ്യൻ ഫുട്ബോളിൽ കളിക്കുന്ന മികച്ച താരങ്ങളുണ്ട്. ആൻഡി റോബർട്ട്സൺ, ലിവർപൂളിലെ താരമായിരുന്ന ആൻഡി റോബർട്ട്സൺ അവിടെയുണ്ട്. അതുപോലെ തന്നെ സതാംപ്ടൻ്റെ റോസ് സ്റ്റീവേർട്ട് അവർക്ക് വേണ്ടി കളിക്കുന്നുണ്ട്. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ചാൾട്ടൺ അത്ലറ്റിക്കിൻ്റെ ലിൻഡൻ ഡൈക്സ് കളിക്കുന്നു. നാപ്പോളിയുടെ ബില്ലി ഗിൽമോർ കളിക്കുന്നു. നാപ്പോളിയുടെ സൂപ്രതാരം, ഒരു പക്ഷേ ഈ സ്കോട്ട്ലൻഡ് ടീമിൻ്റെ തന്നെ സൂപ്രതാരം എന്ന് വിളിക്കേണ്ട സ്കോട്ട് മാക്ടോമിനായി അവരുടെ സ്ക്വാഡിലുണ്ട്. ബേൺമൗത്തിൻ്റെ റയാൻ ക്രിസ്റ്റി കളിക്കുന്നു. ബൊളോഞ്ഞയുടെ ലൂയിസ് ഫെർഗ്യൂസൻ കളിക്കാനുണ്ട്. സോ മോശമല്ലാത്ത ഒരു സ്ക്വാഡ് ഏതായാലും അവർക്കുണ്ട്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. എന്ത് തരത്തിലുള്ള പണിയും തരാൻ ഏത് ടീമിനും കൊടുക്കാൻ കപ്പാസിറ്റി അവർക്കുണ്ട്. സോ ഗ്രൂപ്പ് സി സിമ്പിളല്ല. ബ്രസീലിന് ഒരല്പം പാടാണ് കാര്യങ്ങൾ എന്ന് പറയേണ്ടി വരും. എങ്കിലും ഞാൻ വിചാരിക്കുന്നത് ബ്രസീൽ മുന്നോട്ട് കടക്കും, മൊറോക്കോ മുന്നോട്ട് കടക്കും. ഒരുപക്ഷെ മികച്ച 3-ാം സ്ഥാനവും കൊണ്ട് സ്കോട്ട്ലൻഡും കടക്കാനുള്ള സാധ്യത കാണുന്നു. ഗ്രൂപ്പ് ഡിയിലേക്ക് വരുമ്പോൾ ആതിഥേയരായിട്ടുള്ള USA ഉണ്ട്, പരാഗ്വേ ഉണ്ട്, ഓസ്ട്രേലിയ ഉണ്ട്, തുർക്കിയ ഉണ്ട്. അപ്പോൾ മൗറിസിയോ പൊച്ചറ്റീനോയുടെ കീഴിൽ തങ്ങളുടെ ടീം വലിയ കളി കളിക്കുമെന്ന പ്രതീക്ഷയിലാണ് എന്തായാലും USA ആരാധകരുള്ളത്. പക്ഷെ അത് എത്രത്തോളം നടക്കും
എന്നുള്ളത് കണ്ടിട്ടുണ്ട്. ഗ്രൂപ്പ് സ്റ്റേജൊക്കെ അവർ കടന്നേക്കാം, പക്ഷേ പിന്നീട് എന്തെന്നുള്ളതാണ് അറിയേണ്ടത്. അതുപോലെ തന്നെ ഓസ്ട്രേലിയ, പിന്നെ പരാഗ്വെ കുറേ കാലത്തിന് ശേഷം അവരുടെ ഒരു കരുത്ത് വേൾഡ് കപ്പ് വേദിയിൽ കാണിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. തുർക്കിയെ സംബന്ധിച്ചിടത്തോളം മികച്ച താരങ്ങൾ അവർക്കുണ്ട്. മെറി ഡെമിറാൽ, ഇപ്പോൾ അദ്ദേഹം കളിക്കുന്ന അൽ അഹ്ലിക്ക് വേണ്ടിയിട്ടാണ്, പക്ഷേ യൂറോപ്യൻ ഫുട്ബോളിൽ ഒരു കാലത്ത് മികച്ച പ്രകടനം നടത്തിയിട്ടുള്ള ആളാണ്. അതുപോലെ തന്നെ മുന്നേറ്റ നിരയിലുണ്ടല്ലോ ആർദ ഗ്യൂളർ, എങ്ങനെ മറക്കാൻ പറ്റും? അദ്ദേഹത്തിൻ്റെ വേൾഡ് കപ്പായിട്ട് ഇത് മാറിയാൽ പോലും അത്ഭുതമില്ല, കാരണം റയലിന് വേണ്ടി അത്ര ക്ലാസ് പ്രകടനം നടത്തിയിട്ടുള്ള ആളാണ്. പിന്നെ തീർച്ചയായിട്ടും അവരുടെ കിരൺ യിൽഡിസ്, യുവൻറ്റസിൻ്റെ സൂപ്പർ താരം കിരൺ യിൽഡിസ്. അങ്ങനെ നോക്കുമ്പോൾ പോർട്ടോയുടെ ഡെനിസ് സ്കൂളിൽ ഒരുപാട് സൂപ്പർ താരങ്ങൾ എല്ലാ മേഖലയിലുമായിട്ട് അവർക്കുണ്ട്. പല വമ്പൻ ക്ലബ്ബുകളുടെയും താരങ്ങളുണ്ട്. പിന്നെ തുർക്കി ലീഗിലെ ഗലറ്റസറായിയുടെയും മറ്റുമൊക്കെ നല്ല താരങ്ങളുമുണ്ട്. സോ നല്ല ടീമാണ് അവരെന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ ഗ്രൂപ്പ് ഡിയിൽ ഒരു പക്ഷേ മുന്നോട്ട് പോകാൻ നല്ല സാധ്യതയുള്ളൊരു ടീമാണ് തുർക്കിയെ. പിന്നെ ഉള്ളത് ഓസ്ട്രേലിയ, പരാഗ്വെ, മറ്റ് 2 ടീമുകളാണല്ലോ. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് USA-യും തുർക്കിയെയും മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട്. പരാഗ്വയ്ക്കും നല്ല സാധ്യത കണക്കാക്കപ്പെടുന്നു. ഗ്രൂപ്പ് ഇയിലേക്ക് വരുമ്പോൾ ജർമ്മനിയുടെ ഗ്രൂപ്പാണ്. കഴിഞ്ഞ 2 വേൾഡ് കപ്പുകളിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റാതെ ആദ്യ റൗണ്ടിൽ പൊട്ടിപ്പുറത്തായ ജർമ്മനി ഇത്തവണ വലിയ പ്രതീക്ഷയോട് കൂടിയാണ് വരുന്നത്. ജൂലിയൻ നെഗൽസ്മാൻ കാര്യങ്ങളിലൊക്കെ മാറ്റം വരുത്തി ഗോൾ കീപ്പറായിട്ട് മാനുവൽ ന്യൂവറെ തിരികെ കൊണ്ടുവന്ന് ഒരു ശ്രമമൊക്കെ അങ്ങ് നടത്തുകയാണ്. നല്ല ടീമുണ്ട്. ജർമ്മനി, കുർസാവോ, ഐവറി കോസ്റ്റ്, ഇക്കഡോർ ടീമുകളാണ് ഈ ഗ്രൂപ്പ് ഇയിലുള്ളത്. തീർച്ചയായിട്ടും ജർമ്മനിയുടെ സ്ക്വാഡ് നമ്മളെടുത്ത് നോക്കുമ്പോൾ സൂപ്പർ ടീം അവർക്കുണ്ട്. നിക് വോൾട്ട്മെയ്ഡും അതുപോലെ തന്നെ നിങ്ങൾക്കറിയാലോ കായ് ഹാവേർട്സും ലെനറ്റ് കാലും ജമാൽ മുസിയാലയും ലിറോയ് സനയുടെ ഇൻക്ലൂഷനാണ് ചെറിയൊരു തർക്കമായിട്ട് വന്നത്. ഗാലറ്റസറായിക്ക് അത്ര മെച്ച പ്രകടനമല്ല നടത്തുന്നത്, എന്നാൽ പോലും അദ്ദേഹത്തെ ഉൾപ്പെടുത്തി. സ്റ്റുട്ട്ഗർട്ടിൻ്റെ ഡെനീസ് യുൻഡാവും ബൊറൂസിയ ഡോർട്ട്മുണ്ടിൻ്റെ മാക്സിമിലിയൻ ബിയറും ഒക്കെ ചേർന്നൊരു മുന്നേറ്റ നിര. മധ്യനിരയിലാണെങ്കിലും സൂപ്പർ താരങ്ങളുടെ ഒരു പൂരം തന്നെയുണ്ട്. ജോഷുവ കിമ്മിച്ച്, അതുപോലെ തന്നെ ഫെലിക്സ് എൻമേച്ച, അലക്സാണ്ടർ പൗലോവിച്ച്, ആഞ്ചലോ സ്റ്റീലർ, ലിയോൺ ഗോഡറ്റ്സ്കെ, ഫ്ലോറിയൻ വേർട്സ്. അങ്ങനെ ഡിഫൻസിലാണെങ്കിലും അങ്ങനെ തന്നെ അവർക്ക് വാൽഡമാർ ആൻറ്റൺ, പിന്നെ ഐൻട്രാക്ട് ഫ്രാങ്ക്ഫർട്ടിൻ്റെ നഥാനിയൽ ബ്രൗണ്, പിന്നെ ഡേവിഡ് റാവും RB ലീപ്സിഗിൻ്റെ താരം, റയൽ മാഡ്രിഡിൻ്റെ ആൻ്റോണിയോ റൂഡിഗർ, ബൊറൂസിയ ഡോർട്ട്മുണ്ടിൻ്റെ ഷോൾട്ടർ ബെക്ക് ഉണ്ട്, ജൊനാഥൻ തായ് ഉണ്ട് ബയൺ മ്യൂണിക്കിൻ്റെ, മലിക് ടിയാവ് ന്യൂ കാസിലിൻ്റെ താരം. ഗോൾ കീപ്പിങ്ങിലാണ് ഇപ്പോൾ ഒരു ചെറിയ ആശങ്കയൊക്കെ ഉണ്ടായിരുന്നത്. അത് പരിഹരിക്കാൻ തന്നെയാണ് തീർച്ചയായിട്ടും മാനുവൽ ന്യൂവറെ കൊണ്ടുപോകും. പിന്നെ അലുവറും ബൗമാനും അലക്സാണ്ടർ ന്യൂബലും സ്ക്വാഡിലുണ്ട്. സോ നല്ല സ്ക്വാഡ് ഇത്തവണയുണ്ട്. അത് അവർ ഉപയോഗപ്പെടുത്തും. കഴിഞ്ഞ 2 തവണ ഗ്രൂപ്പ് സ്റ്റേജ് പുറത്തായതല്ല, ഇത്തവണ അത് പുറത്താവാതിരിക്കാൻ എല്ലാ ശ്രമങ്ങളുണ്ട്. പിന്നെ ഈ ഗ്രൂപ്പ് 3 ടീമുകളൊക്കെ മുന്നോട്ട് കിടക്കുന്നത് കൊണ്ട് വലിയ ഇഷ്യൂ ഇല്ലാതെ തന്നെ അവർ കടക്കുന്നതായിരുന്നു. പിന്നെയുള്ള കുർസാവയാണ്, ഓൾറെഡി സ്ക്വാഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവരുടെ സ്ക്വാഡിനേക്കാൾ കൂടുതൽ എന്തായാലും അവരുടെ കോച്ച് ഡിക്ക് അഡ്വക്കേറ്റാണ്. അതാണ്, ഡിക്ക് അഡ്വക്കേറ്റാണ് അവരുടെ തന്ത്രങ്ങൾ മെനയുന്നത്. അതുകൊണ്ട് ആ പ്രഗത്ഭനായിട്ടുള്ള തന്ത്രജ്ഞൻ എന്ത് പണി തരും മറ്റ് ടീമുകൾക്ക് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. പിന്നെ ഐവറി കോസ്റ്റ്, അവരുടെ ആഫ്രിക്കൻ ആനകൾ എന്ന വിളിപ്പേരുള്ള കരുത്തിറ്റ ആ ഒരു ആഫ്രിക്കൻ കരുത്ത് നമുക്ക് ഒരു പക്ഷെ കാണാൻ കഴിഞ്ഞേക്കും. എന്ത് പ്രകടനമാണ് അവർ നടത്താൻ പോകുന്നത് നോക്കാം. മികച്ച താരങ്ങൾ അവരുടെ സ്ക്വാഡിലുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മുന്നേറ്റ നിരയിലൊക്കെ നമുക്കത് കാണാൻ പറ്റും. എസ് മൊണോക്കയുടെ സിമോൻ അഡിംഗ്ര, അതുപോലെ തന്നെ പിന്നെ നീസിൻ്റെ എലി വാഹി, ഓഫൻ ഹൈമിൻ്റെ താരം മസുമാന ടൂടെ, പിന്നെ ആസ്റ്റൺ വില്ലയുടെ ഇവാൻ ഗ്യുസൻഡ്, വിയാറയലിൻ്റെ നിക്കോളാസ് പെപ്പെ, പിന്നെ RB ലൈപ്സിഗിൻ്റെ യാൻ ഡേബൻ്റെ, ഇങ്ങനെയുള്ള ഒരു പിടി മികച്ച താരങ്ങളെയും കൊണ്ട് തന്നെയാണ് അവർ വരുന്നത്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ അമാദ് ഡിയാലോയെ പ്രത്യേകം നമ്മൾ എടുത്ത് പറയുകയും വേണം. മധ്യനിരയിലാണെങ്കിലും ഒക്കെ കാണാം. പോർട്ടോയുടെ സെക്കോ ഫൊഫാന, അതുപോലെ തന്നെ അൽ അഹ്ലിക്ക് വേണ്ടി കളിക്കുന്ന ഫ്രാങ്ക് കെസി, ഇങ്ങനെ നല്ല ടീമും കൊണ്ട് അവർ വരുന്നു. ആ ഗ്രൂപ്പിൽ അവർക്ക് നല്ല സാധ്യതയുണ്ടെന്ന് പറയേണ്ടി വരും. പിന്നെ ഇക്കഡോർ ഇത്തവണ പൊളിച്ചെടുക്കും എന്ന പ്രതീക്ഷയിലാണ് അവരുടെ ആരാധകരിൽ. കഴിഞ്ഞ വേൾഡ് കപ്പ് തന്നെ ഇക്കഡോറിൻ്റെ ടീം ഭാവിയിൽ മികവ് കാണിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിൽ എല്ലാവരും വിലയിരുത്തിയൊരു ടീമും കൂടിയാണല്ലോ. അപ്പോൾ ഗ്രൂപ്പ് ഇ നോക്കുകയാണെങ്കിൽ ജർമ്മനി മുന്നോട്ട് പോകും, ഇക്കഡോർ അടുത്തതായിട്ട് മുന്നോട്ട് പോകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.
ഗ്രൂപ്പ് എഫിലേക്ക് വരുമ്പോൾ നെതർലൻഡ്സ് ഉണ്ട്, ജപ്പാൻ ഉണ്ട്, സ്വീഡൻ ഉണ്ട്, ടുണീഷ്യ ഉണ്ട്. എത്ര ആരാധകരാണെന്നറിയോ ഈ നെതർലൻഡ്സിൻ്റെ ഒരു കിരീടധാരണം കാത്തിരിക്കുന്നവരായിട്ടുള്ളത്. ഒരു ഓറഞ്ച് വസന്തം. ഗ്രൂപ്പ് എഫിൽ അവർ അപ്രമാദിത്വം പുലർത്തുമെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. കാരണം റൊണാൾഡോ കുമാൻ നല്ല താരങ്ങളെ വെച്ചിട്ട് ഒരു പിടി പിടിക്കും, ഒരു ശ്രമം അദ്ദേഹം നടത്തും. ജപ്പാൻ്റെ ഭാഗത്ത് ഒരുപക്ഷെ ഏഷ്യൻ പ്രതീക്ഷ ഇത്തവണ ജപ്പാനിലാണ്. ഒരുപക്ഷെ ക്വാർട്ടർ ഫൈനലോ സെമിയോ ഒക്കെ എത്താൻ സാധ്യതയുണ്ട് എന്ന് പലരും വിലയിരുത്തുന്നുണ്ട്. മികച്ച താരങ്ങൾ ഇത്തവണ അവർക്കുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. യൂറോപ്പിലൊക്കെ കളിക്കുന്ന മികച്ച താരങ്ങളുമായിട്ട് തന്നെയാണ് വരുന്നത്. ടെക്കാഫുസോ കുബോ ഇത്തവണയും അവർക്ക് വലിയ പ്രതീക്ഷയോടുകൂടി സ്ക്വാഡിലുണ്ട്. അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് എത്രത്തോളം മികച്ചതായിരിക്കുന്നത് കാത്തിരുന്ന് കാണണം. പിന്നെ വോൾസ്ബർഗിൻ്റെ കെൻഡോ ഷിയോഗായി, അതുപോലെ തന്നെ മധ്യനിരയിലൊക്കെ ആണെങ്കിലും ലിവർപൂളിൻ്റെ വറ്റാറു എൻഡോ ഉണ്ട് എന്നുള്ളത് ശ്രദ്ധിക്കുക. ക്രിസ്റ്റൽ പാലസിൻ്റെ താരം ഡിയാച്ചി കമാര, ഐൻട്രാക്ട് ഫ്രാങ്ക്ഫർട്ടിൻ്റെ റിറ്റ്സു ഡോന്, പിന്നെ ലീഡ്സ് യുണൈറ്റഡിൻ്റെ ഔത്തനാക്ക, ഇങ്ങനെ റയൽ സോസിഡാഡിലാണ് ഇപ്പോൾ ടെക്കഫിസ കുബോ ഉള്ളത്. ഫ്രീബർഗിൻ്റെ താരം യുയിറ്റോ സുസൂക്കി. അപ്പോൾ മധ്യനിരയും വളരെ മികച്ചതാണെന്ന കാര്യത്തിൽ തർക്കമില്ല. പിന്നെ സ്വാഭാവികമായിട്ടും ജപ്പാൻ എല്ലാ തവണയും നമുക്ക് പ്രതീക്ഷ തരുന്ന ടീമാണ്. കഴിഞ്ഞ വേൾഡ് കപ്പിലൊന്നും ഒരു മോശമാക്കിയിട്ടുമില്ല. ഇത്തവണ അത് തുടർന്ന് കരുതണം. പിന്നെ സ്വീഡനാണ് ഈ ഗ്രൂപ്പിലുള്ളത്. സ്വീഡൻ വരുമ്പോൾ എല്ലാവർക്കും അറിയാലോ, ആഴ്സണലിൻ്റെ വിക്ടർ ഗ്യോക്കറസിനെ തന്നെയാണ് അവർ കുന്തമുനയാക്കി വെക്കുക. ലിവർപൂളിൻ്റെ അലക്സാണ്ടർ ഐസക് ഉണ്ട്, ക്ലബ് ബ്രൂഗയുടെ ഗുസ്തഫ് നിൽസൺ ഉണ്ട്, സെൽറ്റിക്കിൻ്റെ ബെഞ്ചമിൻ നൈഗ്രൻ ഉണ്ട്. അപ്പം ന്യൂ കാസിൽ യുണൈറ്റഡിൻ്റെ ആൻ്റണി എലാങ്കയുണ്ട്. മികച്ച മുന്നേറ്റ നിര അവർക്കുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. സോ അവരും ഇത്തവണ വലിയ പ്രതീക്ഷയിലാണ് നിൽക്കുന്നത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കും. പിന്നെ ഈ ഗ്രൂപ്പിൽ അടുത്തായിട്ടുള്ള ടുണീഷ്യയാണ്. ടുണീഷ്യ മിക്ക വേൾഡ് കപ്പിൽ നമ്മൾ കാണാറുണ്ട്, പക്ഷേ നോക്കൗട്ട് സ്റ്റേജിലേക്കൊന്നും അങ്ങനെ കടക്കാറില്ല. ഇത്തവണ അവരെ കൂട്ടത്തിൽ സാധിക്കുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. അപ്പോൾ ഈ ഒരു ഗ്രൂപ്പ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഗ്രൂപ്പിൽ നിന്ന് ആരൊക്കെ മുന്നോട്ട് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും നെതർലൻഡ്സ് എന്തായാലും മുന്നോട്ട് പോകും, ജപ്പാനും പോകും. ഒരുപക്ഷെ മികച്ച 3ാം സ്ഥാനക്കാരുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ട് സ്വീഡൻ കടക്കാനുള്ള സാധ്യതയുണ്ട്. ഗ്രൂപ്പ് ജിയിലേക്ക് വരുമ്പോൾ ബെൽജിയം, ഈജിപ്ത്, ഇറാൻ, ന്യൂസിലാൻഡ് ടീമുകളുള്ളതാണ്. അപ്പോൾ ഗ്രൂപ്പിൽ ഫേവറിറ്റുകൾ എന്ന് പറഞ്ഞാൽ അത് എന്തായാലും ഒരു സംശയം വേണ്ട, ബെൽജിയം തന്നെയാണ്. അവരുടെ സ്ക്വാഡും മികച്ച സ്ക്വാഡ് തന്നെ പ്രഖ്യാപിച്ചു. തിബോട്ട് കോർട്ടുവ ഗോൾ കീപ്പറായിട്ടുണ്ട്. ഒപ്പം മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ സെന്നെ ലെമൻസ് ഉണ്ട്, പിന്നെ ചെൽസിയുടെ മൈക്ക് പെൻഡേഴ്സ് ഉണ്ട്. മൊത്തത്തിൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും വളരെ മികച്ചതാണ്. ഡിഫൻസിലാണെങ്കിൽ തിമോത്തി കാസ്റ്റാഗ്നെ ഫുൾഹാമിൻ്റെ താരം ഉണ്ട്, സ്പോർട്ടിംഗ് CPയുടെ സെനോ ഡെബാസ്റ്റ് ഉണ്ട്, ബ്രൈറ്റൻ്റെ മാക്സിമെ ഡി കുയിപ്പർ ഉണ്ട്, AC മിലാൻ്റെ കോനി ഡി വിൻഡർ ഉണ്ട്. നമുക്ക് ഒന്നിനൊന്നും മികച്ച ടീമുകളിലുള്ള കളിക്കാരും കൊണ്ടാണ് അവർ വരുന്നത്. മധ്യനിരയിൽ KDB ഒരിക്കൽ കൂടി വേൾഡ് കപ്പിലെത്തുകയാണ്. എന്തെങ്കിലും നേട്ടങ്ങൾ ഇത്തവണെങ്കിലും ഉണ്ടാക്കുമോ എന്നുള്ളതാണ്. അമാദു ഒനാന ആസ്റ്റൺ വില്ലയുടെ താരം മധ്യനിരയിൽ കളിക്കാനുണ്ട്. അതുപോലെ യൂറി ടീൽമെൻസ് മറ്റൊരു ആസ്റ്റൺ വില്ല താരം അവരുടെ സ്ക്വാഡിലുണ്ട്. പിന്നെ മുന്നേറ്റ നിരയിൽ അറ്റ്ലാന്റയുടെ ചാൾസ് ഡി കെറ്റ്ലെയർ ഉണ്ട്, മാഞ്ചസ്റ്റർ സിറ്റിയുടെ സൂപ്പർ താരം ജെർമി ഡോക്കു ഉണ്ട്, അതുപോലെ തന്നെ നാപ്പോളിയിലുള്ള റൊമേലു ലുക്കാക്കു പഴയ പ്രതാപത്തിലല്ലെങ്കിൽ പോലും ലുക്കാക്കു ഉണ്ട്, ബെൻഫിക്കയുടെ ഡോഡി ലുക്കെ ബാക്കിയോ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ AC മിലാൻ്റെ അലക്സിസ് സീൽസ് മേക്കേഴ്സ് ഉണ്ട്, ആഴ്സണലിലെ ലിയാൻഡ്രോ ട്രൊസാഡ് ഉണ്ട്. സോ മികച്ച അറ്റാക്കിങ്ങും അവർക്കുണ്ട്. അവർ തന്നെയാണ് ഈ ഗ്രൂപ്പിൽ ആധിപത്യം പുലർത്തുന്ന ടീം. പിന്നെ ഈജിപ്റ്റാണ് ഗ്രൂപ്പിലെ മറ്റൊരു ടീം. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മികച്ച താരങ്ങൾ അവർക്കും ഉണ്ട്, അത് നമുക്കറിയാലോ. ഒമർ മർമൂഷ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ, ലിവർപൂളിൻ്റെ മോസല, അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള താരങ്ങൾ അവരുടെ നിരയിലുമുണ്ട്. പിന്നെയുള്ളത് ഇറാനാണ്. ഏഷ്യൻ ടീമായിട്ടുള്ള ഇറാന് ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാവാൻ നല്ല സാധ്യതയുണ്ട് അവിടേക്കുള്ള ട്രാവലിങ്ങുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മെഹദി തരേമിയെ പോലുള്ളവരുടെ സൂപ്പർ താരത്തിന് വിസ കിട്ടുമോ എന്നുള്ള ചർച്ചകളും മറ്റുമൊക്കെ മറുഭാഗത്ത് നടക്കുന്നത്. അപ്പോൾ കളിയിൽ എത്രത്തോളം അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളൊരു ചോദ്യം അവിടെ ഉയരുന്നുണ്ട്. ഈ ഗ്രൂപ്പിലുള്ള മറ്റൊരു ടീം ന്യൂസിലൻഡാണ്. അത് നമുക്കറിയാം, ഓഷ്യാനിയയിൽ നിന്ന് വളരെ ഈസി ആയിട്ട് ക്വാളിഫൈ ചെയ്ത് വന്ന ടീമാണ്. ഒരു പക്ഷേ മറ്റ് കോൺഫെഡറേഷൻസിനെ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു വീക്കായിട്ടുള്ള കോൺഫെഡറേഷനാണത് എന്ന കാര്യവും നമുക്കറിയാം. അപ്പോൾ എന്തായാലും
നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ ഗ്രൂപ്പിൽ ആര് മുന്നോട്ട് പോകുമെന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും ബെൽജിയം കയറുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. രണ്ടാമത് ഈജിപ്തും അതുപോലെ കയറും. പിന്നെ എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ മൂന്നാം സ്ഥാനവും കൊണ്ട് ഇറാന് കടക്കാനുള്ള സാധ്യതയുണ്ട്. ഗ്രൂപ്പ് എച്ചിലേക്ക് വരുമ്പോൾ സ്പെയിനുണ്ട്. ഈ വേൾഡ് കപ്പിൽ കിരീടം ചൂടുമെന്ന് മിക്കവരും പ്രവചിക്കുന്ന ടീമാണല്ലോ സ്പെയിനുണ്ട്, കേപ്പ് വെർദെ ഉണ്ട്, സൗദി അറേബ്യ ഉണ്ട്, ഉറുഗ്വായ് ഉണ്ട്. സോ സ്പെയിൻ ആൻഡ് ഉറുഗ്വായ് മുന്നോട്ട് പോകാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. ഏതായാലും നമ്മൾ ആ ഗ്രൂപ്പ് ഒന്ന് വിശദമായിട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ സ്പെയിൻ ഇപ്പോൾ നാളെ അവരുടെ വേൾഡ് കപ്പ് സ്ക്വാഡ് പ്രഖ്യാപിക്കുമെന്നാണ് ലഭ്യമാകുന്ന വിവരം. ലാമിനെ യമാലും പെഡ്രിയും ഒക്കെ അടങ്ങുന്ന മികച്ച താരങ്ങളുള്ള സ്പെയിന് ലൂയിസ് ഡി ലാ ഫ്യൂൻഡയുടെ തന്ത്രങ്ങൾക്കനുസരിച്ച് പന്ത് തട്ടി കിരീടമുയർത്തുന്നത് കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്ന നിരവധി പേരുണ്ട്. പിന്നെ കേപ്പ് വെർദയെ സംബന്ധിച്ചിടത്തോളം ഈ ഐലൻഡ് നേഷൻ ആദ്യമായിട്ട് വേൾഡ് കപ്പിന് എത്തിയത് തന്നെ വലിയ നേട്ടം എന്ന രൂപത്തിലായിരിക്കും അവർ കാണുന്നുണ്ടാവുക. ഗ്രൂപ്പ് സ്റ്റേജ് കടക്കാനുള്ള സാധ്യത കുറവാണെന്ന് ഞാൻ പറയും. ഉറുഗ്വായ്, മാർസലോ ബിയൽസയുടെ ഉറുഗ്വായ് എന്തൊക്കെ തന്ത്രങ്ങൾ അദ്ദേഹം മെനയെന്നാണ് ഇനി നമ്മൾ കണ്ടറിയേണ്ടത്. ഫെഡെ വാൽവർദയെ പോലെയുള്ള സൂപ്പർ താരങ്ങളും കൊണ്ട് അദ്ദേഹം വരുന്നു. പിന്നെ സൗദി അറേബ്യയുടെ സ്ക്വാഡിൽ ഇപ്പം കഴിഞ്ഞ ദിവസം സ്ക്വാഡ് പ്രഖ്യാപിക്കുകയുണ്ടായി. അതിൽ 7 അൽ ഹിലാൽ താരങ്ങൾ, 6 അൽ നസർ താരങ്ങൾ, അങ്ങനെ വമ്പൻ ടീമുകൾക്ക് വേണ്ടി കളിക്കുന്ന താരങ്ങളുണ്ട്. മോശമല്ലാത്ത സ്ക്വാഡും കൊണ്ട് തന്നെ അവർ കടന്നു വരും. പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ ഗ്രൂപ്പിൽ നിന്ന് സ്പെയിനും അതുപോലെ ഉറുഗ്വായും മുന്നോട്ട് കിടക്കുമെന്നാണ്. ഗ്രൂപ്പ് ഐയിലേക്ക് വരുമ്പോൾ അതൊരു കടുത്ത ഗ്രൂപ്പാണ്. ഫ്രാൻസ്, സെനഗൽ, ഇറാഖ്, നോർവേ. അതിൽ എന്തായാലും ആധിപത്യം ഫ്രാൻസിന് തന്നെയാണ്. അതിൽ ഒന്നും ആർക്കും ഒരു സംശയവുമില്ല. നല്ല സ്ക്വാഡ് അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മൈക്ക് മൈഗ്നനും റോബിൻ റിസറും അതുപോലെ ബ്രൈസ് സാംബയും ഗോൾ കീപ്പർമാരായിട്ട്. ഡിഫൻസിലാണെങ്കിൽ ലൂക്കാസ് ഡിഗ്നെ, അതുപോലെ മാലോ ഗസ്റ്റോ, ലൂക്കാസ് ഹെർണാണ്ടസ്, തിയോ ഹെർണാണ്ടസ്, ഇബ്രാഹിമ കൊനാറ്റെ, ഹൂൾസ് കൂണ്ടെ, അതുപോലെ ലെക്രോയ്സ്, വില്യം സാലിബ, ഡയോട്ട് ഉപ്പമെക്കാനോ. വാവ്, സൂപ്പർ ടീമാണ്. മധുര നോക്കണം. എൻഗോളോ കാണ്ടെ, മാനു കോനെ, അഡ്രിയാൻ റാബിയോട്ട്, ഓർലിൻ ഷൂബനി, വാരൻസെ റെമറി. മുന്നേറ്റ നിരയോ വെടിച്ചില് മുന്നേറ്റ നിരയാണ് അവർക്ക്. മാഗ്നസ് അക്ലുച്ച്, ബ്രാഡ്ലി ബാർക്കോള, റയാൻ ചെർക്കി, ഓസ്മാൻ ഡംബലെ, ഡിസേ ഡൂ, ജീൻ ഫിലിപ്പ് മറ്റേറ്റ, കിലിയൻ എംബാപ്പെ, മൈക്കിൾ ഒലീസെ, മാർക്കസ് തുറാം. ഈ ടീമിനെ തടയാൻ ആർക്ക് കഴിയുമെന്നുള്ള ചോദ്യം. കഴിഞ്ഞ വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ അവർ അർജൻറ്റീനയെ വിറപ്പിച്ചിരുന്നു. പിന്നെ പെനാൽറ്റി ഷൂട്ടൗട്ടിൻ്റെ ഭാഗ്യനിർഭാഗ്യങ്ങളിൽ പെട്ടാണ് വീണുപോയത്. ഏതായാലും ദ്വിതീയ ദശാമ് ഈ വേൾഡ് കപ്പോടുകൂടി പടിയിറങ്ങാൻ പോകുന്നു. സൂപ്പർ ടീമും കൊണ്ടുവരുന്നു. സെനഗലാണ് മറ്റൊരു ടീം. സൂപ്പർ ടീം അവർക്കുമുണ്ട്. എഡ്വേർഡ് മെൻഡി തന്നെയായിരിക്കും ഗോൾ കീപ്പറായിട്ട് ഇറങ്ങുക എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാ മേഖലയിലും മികച്ച താരങ്ങൾ ഇപ്പോൾ അവർക്കുണ്ട്. പ്രത്യേകിച്ച് അവരുടെ മുന്നേറ്റ നിരയിൽ സാദിയോ മാനെ, ഇസ്മായിലെ സാറ്, അതുപോലെ എവേർട്ടൻ്റെ ഇൽമാനെ എൻഡിയെ, പിന്നെ കോമോയുടെ അസൈൻ ഡിയാവ്, പാരീസ് സെൻ ജർമ്മൻ്റെ ഇബ്രാഹിമ എംബായെ, ചെൽസിയുടെ നിക്കോളാസ് ജാക്സൺ, ലോറിയൻറ്റിൻ്റെ ബാംബ ഡീങ്. ഇങ്ങനെ നോക്കുമ്പോൾ എല്ലാ മേഖലയിലും അവർക്ക് മികച്ച ടീമുണ്ട്. ബയൺ മ്യൂണിക്കിൻ്റെ ബഴ സപ്പോക്കോ, ആൻഡിയെ, അതുപോലെ തന്നെ ടോട്ടനാം ഹോട്ട്സ്പറിൻ്റെ പാപ്പെ മെത്താറ്. ഇങ്ങനെയുള്ള താരങ്ങൾ, എസ് മൊണോക്കോയുടെ ലാമിനെ കമാറ, VRL താരമായിട്ടുള്ള പാപ്പെ ഗൂയെ, എവേർട്ടൻ്റെ ഇദ്രീസ ഗാന ഗൂയെ. അപ്പോൾ മധ്യനിരയും മികച്ചതാണ്. അവരെ നമ്മൾ എന്തായാലും ഒന്ന് ഭയക്കണം. പിന്നെ ഇറാഖാണ് മറ്റൊരു ടീമുള്ളത്. പിന്നെ നോർവേ സംബന്ധിച്ചിടത്തോളവും ഇത്തവണ അവർ മികച്ച സ്ക്വാഡും കൊണ്ട് തന്നെയാണ് വരുന്നത്. കാരണം ഏർലിംഗ് ഹാലൻഡിൻ്റെ ഗോളടി മേളത്തിൽ അവർക്ക് പ്രതീക്ഷയുണ്ട്. അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ അലക്സാണ്ടർ സൊർലോത്തുണ്ട്. പിന്നെ ക്രിസ്റ്റൽ പാലസിൻ്റെ ജോർഗൻ ലാർസൺ ഉണ്ട്. മധുരയിലാണെങ്കിലും മാർട്ടിൻ ഒഡേഗാർഡ്, ആഴ്സണലിൻ്റെ മാർട്ടിൻ ഒഡേഗാർഡ് ഉണ്ട്. കമറോനൈസിയുടെ മോർട്ടൻ തോസ്ബി ഉണ്ട്. സോ മികച്ച ടീമും കൊണ്ട് തന്നെയാണ് അവരും വരുന്നത്. ഒട്ടും എളുപ്പമല്ല അവരെ പിടിക്കുക എന്നുള്ളത്. ഇപ്പം ഫുൾഹാമിന് കളിക്കുന്ന ഓസ്കാർ ബോബൊക്കെ അടക്കം മികച്ച ടീമും കൊണ്ട് തന്നെയാണ് നോർവേ ഈ വേൾഡ് കപ്പിന് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഗ്രൂപ്പ് നോക്കുമ്പോഴേ ഫ്രാൻസ് എന്തായാലും ക്വാളിഫൈ ചെയ്യും, സെനഗലും ക്വാളിഫൈ ചെയ്യും എന്ന് വിചാരിക്കാം. മൂന്നാമത്തെ ടീമായിട്ട് മികച്ച മൂന്നാം സ്ഥാനങ്ങളുടെ ലിസ്റ്റിൽ പിടിച്ച് നോർവേ കടക്കാനുള്ള സാധ്യത കാണുന്നു. ഗ്രൂപ്പ് ജെ നോക്കുമ്പോൾ, ഗ്രൂപ്പ് ജെ എന്ന് പറഞ്ഞാൽ എല്ലാവരും വലിയ പ്രതീക്ഷയോടുകൂടി എന്ന് പറഞ്ഞാൽ ലോക ചാമ്പ്യന്മാരെ ഉറ്റുനോക്കുന്നൊരു നോട്ടമുണ്ടല്ലോ ഏത് വേൾഡ് കപ്പിന് വരുമ്പോഴും. നിലവിലെ ചാമ്പ്യന്മാർക്കൊരു പ്രത്യേകതയും പ്രാധാന്യമൊക്കെ കൊടുക്കുമല്ലോ.
അപ്പോൾ അർജൻറ്റീനയുടെ ഗ്രൂപ്പാണത്. അർജൻറ്റീന, അൾജീരിയ, ഓസ്ട്രിയ, ജോർദൻ. വലിയൊരു പണിയില്ലാതെ അർജൻറ്റീന ഈ ഗ്രൂപ്പ് കടക്കും, ഉറപ്പാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സ്ക്വാഡ് പ്രഖ്യാപനം ഇത്തിരി വൈകുന്നുണ്ടെങ്കിൽ പോലും ലയണൽ മെസ്സിയും അതുപോലെ ഹുലിൻ ആൽവാരസും ലൗട്രോ മാർട്ടിനസും അടങ്ങുന്ന മുന്നേറ്റ നിരയും, പിന്നെ ഈ പറഞ്ഞ പോലെ റോദ്രിഗോ ഡിബോളും എൻസോ ഫെർണാണ്ടസും അലക്സിസ് മെക്കലിസ്റ്ററും ഒക്കെ അടങ്ങുന്ന മധ്യനിരയും, ക്യൂട്ടി റൊമേറയും ലിച്ച മാർട്ടീനസും ഒക്കെ അടങ്ങുന്ന ഡിഫൻസും, എമി മാർട്ടിനസ് കാവൽ നിൽക്കുന്ന ഗോൾ വലയം ഒക്കെ ചേരുമ്പോഴേ ഈ ഗ്രൂപ്പ് മറികടക്കാൻ അത് മതി. പിന്നെ അവർ മുന്നോട്ട് പോകുന്നതിനെ കരുതാം. അപ്പോൾ ഗ്രൂപ്പിൽ അവർ തന്നെയാണ് ഏറ്റവും ശക്തർ. പിന്നെ അൾജീരിയ ഇപ്പം റിയാദ് മെഹ്റസിൻ്റെ അൾജീരിയ, വ്ളാഡിമിർ പെറ്റ്കോവിച്ചാണ് അവരുടെ മാനേജർ. അദ്ദേഹത്തിൻ്റെ തന്ത്രങ്ങൾക്കനുസരിച്ച് അവർ എത്ര ദൂരം പോകുന്നു നോക്കാം. പിന്നെയുള്ളത് ഓസ്ട്രിയയാണ്. റാൽഫ് റാഗ്നിക്ക് പരിശീലിപ്പിക്കുന്ന ഓസ്ട്രിയ. മോശമല്ലാത്ത സ്ക്വാഡ് അവർക്കുണ്ട്. റെഡ് സ്റ്റാർ ബെൽഗ്രേഡിൻ്റെ മാർക്കോ അർണോട്ടോവിച്ച്, അതുപോലെ തന്നെ ഓക്സ്ബർഗിൻ്റെ മിഷേൽ ഗ്രിഗോറിച്ച്, ഇങ്ങനെയുള്ള മുന്നേറ്റ നിര താരങ്ങൾ അവർക്കുണ്ട്. അതുപോലെ തന്നെ മറ്റ് ജർമ്മൻ ലീഗ് കളിക്കുന്ന ഒരു പിടി താരങ്ങൾ മധ്യനിരയിലുണ്ട്. അപ്പം മോശമല്ലാത്ത സ്ക്വാഡ് കൊണ്ട് തന്നെയാണ് അവർ വരുന്നത്. പിന്നെ ജോർദൻ ഈ വേൾഡ് കപ്പിന് ആദ്യമായിട്ട് വരികയാണ്. വലിയൊരു മുന്നേറ്റം അവരിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഗ്രൂപ്പ് തീർച്ചയായിട്ടും ഞാൻ വിചാരിക്കുന്നത് അർജൻറ്റീന മുന്നോട്ട് പോകും. രണ്ടാം സ്ഥാനത്തിനായിട്ട് നല്ല പോരാട്ടം നടക്കാൻ സാധ്യതയുണ്ട്. ഒരു പക്ഷേ ഓസ്ട്രിയ മറികടന്ന് അൾജീരിയ മുന്നോട്ട് പോയാൽ അത്ഭുതപ്പെടേണ്ടതില്ല. പിന്നെ അടുത്തത് ഗ്രൂപ്പ് കെ ആണ്. ഗ്രൂപ്പ് കെ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗൽ കളിക്കുന്ന ഗ്രൂപ്പ് കെ. അപ്പോൾ അതുകൊണ്ട് ആരാധകർക്ക് വലിയ പ്രതീക്ഷയുള്ളൊരു ഗ്രൂപ്പാണ്. പോർച്ചുഗൽ, കോങ്കോ, ഉസ്ബെക്കിസ്ഥാൻ, കൊളംബിയ ടീമുകളാണ് ഈ ഗ്രൂപ്പിലുള്ളത്. കണ്ണടച്ച് പറയാം, പോർച്ചുഗലും കൊളംബിയയും മുന്നോട്ട് പോകും എന്ന്. അപ്പോൾ നമ്മൾ നോക്കിയാണ് പോർച്ചുഗൽ ഇപ്പോൾ അവരുടെ സ്ക്വാഡ് പ്രഖ്യാപിച്ചു. അതിശക്തമായ സ്ക്വാഡുണ്ട്. ഡിയേഗോ കോസ്റ്റയും ഹോസെ സായും അതുപോലെ തന്നെ റൂയി സിൽവയും അടങ്ങുന്ന ഗോൾ കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റും, റൂബർട്ട് ഡയസും ജാവോ കൺസേലയും ഡിയേഗോ ഡാലോട്ടും ന്യൂനോ മെൻഡസും നെൽസൺ സെമേഡയും മാത്യൂസ് ന്യൂനസും ഗോൺസാലോ ഇനാസിയോയും റെനാറ്റോ വൈഗയും തോമസ് അറൗഹോയും അടങ്ങുന്ന ഡിഫൻസും, ബ്രൂണോ ഫെർണാണ്ടസ്, ബെർണാഡോ സിൽവ, വിറ്റീഞ്ഞ, ജാവോ നെവസ്, റൂബൻ നെവസ്, സാമു കോസ്റ്റ, വേൾഡ് ക്ലാസ് മധ്യനിരയും, ക്രിസ്ത്യാനോ റൊണാൾഡോ, റാഫേൽ ലിയാവോ, ജാവോ ഫെലിക്സ്, ഗോൺസാലോ റാമോസ്, പെഡ്രോ നെറ്റോ, ഫ്രാൻസിസ്കോ കോൺസിസാവോ, ഗോൺസാലോ ഗുയിഡസ്, ഫ്രാൻസിസ്കോ ട്രിങ്കാവോ എന്നിവരൊക്കെ അടങ്ങുന്ന കിടലൻ മുന്നേറ്റ നിരയും ഒക്കെ ആയിട്ട് റോബർട്ടോ മാർട്ടിനസ് ഇത്തവണ വേൾഡ് കപ്പ് കിരീടം ലക്ഷ്യം വെച്ചാണ് വരുന്നത്. ഗ്രൂപ്പിൽ അവർ തന്നെയാണ് അപ്രമാദിത്വം വരുന്നത്. പിന്നെ DR കോങ്കോയാണ് ഈ ഗ്രൂപ്പിലെ മറ്റൊരു ടീം. മോശമല്ലാത്ത താരങ്ങൾ അവർക്കുമുണ്ട്. ഇപ്പോൾ റിയൽ ബെറ്റീസിൻ്റെ സെഡ്രിക് ബെക്കാംബു അവരുടെ മുന്നേറ്റങ്ങൾ നയിക്കാനുണ്ടാകും. അതുപോലെയുള്ള താരങ്ങൾ ഇപ്പോൾ എസ്പാനിയോളിൻ്റെ ചാൾസ് പിക്കിൾ അവർക്ക് വേണ്ടി മധ്യനിരയിലെ കാര്യങ്ങൾ മെനയാനുണ്ടാവും. അതുപോലെ തന്നെ മക്കാവു, ലില്ലിയുടെ മക്കാവു, ഇങ്ങനെയുള്ള താരങ്ങൾ, മോൺപില്ലിയറിൻ്റെ എംബുക്കു, ഇങ്ങനെ നല്ല താരങ്ങൾ അവരുടെ ടീമിലുണ്ട്. പോരാട്ടം അവർ നയിച്ചേക്കും. ഉസ്ബെക്കിസ്ഥാനെ പറ്റി പറയുമ്പോൾ പ്രധാനമായിട്ടും ഒരാളുടെ പേരാണ് നമ്മളങ്ങനെ എടുത്തു പറയാനുള്ളത്. അബ്ദുൽ ഖാദിർ കുഷാനോവാണ്. ആദ്യമായിട്ടാണ് അവർ വേൾഡ് കപ്പിന് വരുന്നത്. വലിയൊരു മുന്നേറ്റം അവർ നടത്തുമെന്ന് അങ്ങനെ കരുതാൻ വയ്യ. അതേസമയം കൊളംബിയ ഈ ഗ്രൂപ്പിൽ നല്ല രൂപത്തിൽ എതിരാളികൾക്ക് പണി കൊടുക്കുമെന്ന് തന്നെ കരുതണം. ലൂയിസ് ഡയസിനെ പോലെയുള്ള ബയൺ മ്യൂണിക്കിന് വേണ്ടി മിന്നും ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു താരത്തെ മുന്നിൽ വെച്ചുകൊണ്ടാണ് ലാറ്റിൻ അമേരിക്കൻ വമ്പന്മാർ വരുന്നത്. ഹാമേസ് റോഡ്രിഗസ് ഈ വേൾഡ് കപ്പ് ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ അവസാന വേൾഡ് കപ്പായിരിക്കും. മികച്ച സ്ക്വാഡും കൊണ്ടാണ് അവരെന്തായാലും വരുന്നത്. സോ ഈ ഗ്രൂപ്പിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോർച്ചുഗലും കൊളംബിയയും മുന്നോട്ട് കിടക്കുമെന്നാണ്. ഗ്രൂപ്പ് എൽ അവസാന ഗ്രൂപ്പാണ്. ഗ്രൂപ്പ് എൽ എന്ന് പറയുമ്പോൾ ഇംഗ്ലണ്ട് ഉണ്ട്, ക്രൊയേഷ്യയുണ്ട്, ഘാനയുണ്ട്, പനാമയുണ്ട്. കട്ടക്ക് ടീമാണ്. പനാമ ഒഴികെ ബാക്കി 3 ടീമുകളും നല്ലൊരു പോരാട്ടം നടത്തും എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഇംഗ്ലണ്ടിൻ്റെ വേൾഡ് കപ്പ് സ്ക്വാഡൊക്കെ പ്രഖ്യാപിച്ചപ്പോൾ വലിയ ചർച്ചകൾ, പല സൂപ്പർ താരങ്ങൾ ഒഴിവാക്കിയല്ലോ എന്നതിലുണ്ട്. ഇപ്പോൾ കോൾ പാൽമർ ഇല്ല, പിന്നെ ഫിൽ ഫോഡൻ ഇല്ല, ഇങ്ങനെയൊക്കെയുള്ള ചർച്ചകളൊക്കെ നടക്കുകയാണല്ലോ. എന്നാൽ പോലും നല്ല സ്ക്വാഡാണ്. കോച്ച് ഇപ്പോൾ പ്രഖ്യാപിച്ചില്ല. തോമസ് ടൂഷൽ, ജോർഡൻ പിക്ഫോർഡ്, ഡീൻ ആൻഡേഴ്സൺ, അതുപോലെ ജെയിംസ് ട്രഫോർഡ് എന്നിവർ ഗോൾ കീപ്പിങ്ങിലും, റീസ് ജെയിംസ്, അതുപോലെ എസ്രി കോൻസ, ജാറൽ കോൻസ, അതുപോലെ ജോൺ സ്റ്റോൺസ്, മാർക്ക് ഗോയി, ഡാൻ ബേർണ്, നിക്കോ റീലി, അതുപോലെ എഡ് സ്പെൻസ്, പിന്നെ ടീനോ ലിവ്രമെൻഡോ എന്നിവർ ഡിഫൻസിൽ, ഡെക്ലാൻ റൈസ്, എലിയറ്റ് ആൻഡേഴ്സൺ, കോബി മൈനോ, ജോർഡൻ ഹെൻഡേഴ്സൺ, മോർഗൻ റോജേഴ്സ്, ജൂഡ് ബെല്ലിംഗ്ഹാം, എബ്രജീസ് എന്നിവർ മധ്യനിരയിൽ,
ഹാരി കെയ്ന്, ഇവാൻ ടോണി, ഒലി വാറ്റ്കിൻസ്, ബുക്കായോ സാക്ക, മാർക്കസ് റാഷ്ഫോർഡ്, ആൻ്റണി ഗോർഡൻ, നോനി മഡ്യൂക്ക് എന്നിവർ മുന്നേറ്റത്തിൽ അങ്ങനെ മികച്ച സ്ക്വാഡ് തന്നെയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. എത്ര ദൂരം മുന്നോട്ട് പോകുമെന്ന് കണ്ടറിയണം. ക്രൊയേഷ്യയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാലോ, അവർ ഇത്തവണ ഒരിക്കൽ കൂടി ഒരു വേൾഡ് കപ്പ് പ്രതീക്ഷയോടുകൂടി വരികയാണ്. ലൂക്ക മോഡ്രിച്ച് തന്നെയാണ് അവരുടെ മുന്നേറ്റത്തിൽ പ്രധാനപ്പെട്ട റോള് വഹിക്കാനുള്ളൊരു കളിക്കാരനായിട്ടുള്ളത്. മധ്യനിരയിൽ നിന്ന് മുന്നേറ്റത്തിലേക്ക് ചരട് വലിക്കാൻ അദ്ദേഹം ഉണ്ടാവും. മുന്നേറ്റത്തിലാണെങ്കിൽ ഇവാൻ പെരിസിച്ച്, അതുപോലെ തന്നെ ആൻഡ്രെ ക്രമാരിച്ച്, ആൻഡ്രെ ബുദിമിർ, പിന്നെ നമുക്ക് മാർക്കോ പെസാലിച്ച്, പെറ്റാർ മൂസ, ഇഗോർ മാറ്റനോവിച്ച് തുടങ്ങിയ മികച്ച മുന്നേറ്റ നിര താരങ്ങളും അവർക്കുണ്ട്. സോ ഈ ഗ്രൂപ്പിൽ നിന്ന് മുന്നോട്ട് പോകാൻ കെൽപ്പുള്ള മറ്റൊരു ടീമാണ് അവർ. ഗാന, ആഫ്രിക്കൻ വമ്പന്മാരായിട്ടുള്ള ഗാന, അതുപോലെ തന്നെ പനാമക്ക് വലിയ റോൾ ഉണ്ടാവില്ല എന്നാണ് ഞാൻ കരുതുന്നത്. സോ ഇംഗ്ലണ്ട് ഒന്നാം സ്ഥാനക്കാരായിട്ടും രണ്ടാമതായിട്ട് ക്രൊയേഷ്യയും വരും. പിന്നെ മികച്ച മൂന്നാം സ്ഥാനക്കാരിൽ ഇടം പിടിച്ചുകൊണ്ട് ഗാനയും മുന്നോട്ട് പോകാനുള്ള സാധ്യതയാണ്. ഇതാണ് നമുക്ക് ഓരോ ഗ്രൂപ്പിലെയും വിലയിരുത്തുമ്പോൾ പറയാനുള്ളത്. നമ്മുടെ ഒരു പ്രഡിക്ഷനാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടാവും. ഈ ഗ്രൂപ്പ് സ്റ്റേജ് അനാലിസിസിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ആരോഗ്യകരമായിട്ടുള്ള ഫുട്ബോൾ ചർച്ചകളായിട്ട് നമുക്ക് മുന്നോട്ട് പോകണം. അടുത്തൊരു അനാലിസിസ് വിശകലന വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും കാണാം.